അല്ല ഇതാര് വാസുവോ? എന്താത്ര സംശയം? ഇപ്പോഴാണ് മീശയില്ല വാസു മീശയുള്ള വാസു ആയത്. ഓ കാല് മാറി. തലയിൽ വെളിച്ചം കയറാൻ ഇത്ര സമയം വേണ്ടി വന്നു. എന്നോടൊന്നും തോന്നരുത്. ഈ കണക്കിന് ആ ശങ്കരൻകുട്ടിയുടെ തലയിൽ ഇത്തിരി വെളിച്ചം കയറ്റി കൂടെ? അതെ, അതോടെ ഈ പ്രശ്നം തീരല്ലോ. അത് നടക്കുമെന്ന് തോന്നില്ല. അതൊരു പ്രത്യേകതരം തലയാണ്. അപ്പോഴേ കാർ റെഡി. അപ്പൊ കാർ എടുത്ത് നമ്മൾ മേനോന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ സമയം വാസു അമ്മിണിക്കുട്ടിയെ പുറത്തിറക്കും. അമ്മിണിയെ കാർ കയറ്റി കുറച്ച് തള്ളിക്കൊണ്ടുപോയ ശേഷം വേണം കാർ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ മേനോൻ ശബ്ദം കേൾക്കും. കറക്റ്റ്. 6 മണിയുടെ ബസ്സിന് കുഞ്ഞിക്കാതറും അമ്മണിയും പഴനിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങേലമ്മ മേനോനെ ഉണർത്തു. ഇന്നാ മോളെ, മോള് വേഗം പൊയ്ക്കോ. വേഗം വാ. അവരെന്താ കാണാത്ത? ഒന്ന് ഹോൺ അടിച്ചാലോ? പക്ഷെ മണ്ടത്തരം കാണിക്കല്ലേ. ഹോൺ അടിച്ചാൽ മേനോൻ കേൾക്കൂലെന്ന്. വെറുതെ വിവരക്കൂടെ ഓരോന്ന് പറയാണ്ട്. അല്ലെങ്കിൽ ഉല്ലാസയാത്ര പോയിട്ടാണ് ഹോൺ അടിച്ചു വിളിക്കാൻ. വരണുണ്ട്. എല്ലാരും കൂടെ കൂടി കയറി മീരയ്ക്ക് വരെ കുത്തിരുന്ന വണ്ടി ഇറങ്ങുന്ന നേരെ ശങ്കരോട്ട് വരണം. ശരിയാണ്. ഇറങ്ങി വേഗം. നല്ല കാര്യത്തിലല്ലേ ഇത് ഞാൻ ഓടിക്കാം. ഇതുപോലെ വീശ പൈനക്ക് വാസു. ഹരഹരോ ഹരഹര. അമ്മിണിയെ രക്ഷിച്ചേക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ. കൊച്ചു കള്ള. ഈ പരാതിയും വെച്ച് ഞാൻ കേസ് രജിസ്റ്റർ ചെയ്താൽ സംഗതി തലതിരിയും. അമ്മിണിക്കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി? അല്ലാതെ പിന്നെ പാതിരാത്രിക്ക് അവരെന്റെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ണാനാ? തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മിണിക്കുട്ടി പറഞ്ഞാൽ താൻ വന്ന് ലോക്കപ്പിൽ കിടക്കുവോ? അങ്ങനെ ഒരു വകുപ്പുണ്ടോ? ഉണ്ട്. കോടതി പോയാ താൻ പറയുന്ന അമ്മിണിക്കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ? തന്തയാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ. എന്നാ പിന്നെ പോകുന്നതാ നല്ലത്. ഈ കേസ് നിൽക്കില്ല. എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ. എൻ്റെ ഒരു അപേക്ഷയാണ്. നീയും എന്നെ ചതിച്ചു അല്ലേടാ? മന്ത്രങ്ങളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ അല്ലേ? ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ? അളിയോ, എന്നെ തോൽപ്പിച്ചു കളയാമെന്നൊരു മോഹം മനസ്സിലുണ്ടെങ്കിലേ അതങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. ദൈവം ഇപ്പോഴും എന്റെ കൂടെ തന്നെയാ. എന്നോട് കളിക്കണ നാണക്കേട് കാണിക്കുന്നത്. എന്റെ മോൾക്കൊരു കല്യാണം വന്നാൽ കലകരിമിനാര്? എന്താ ആലോചന? 3-4 തറവാട്ടുകാർ വന്ന് നേരാ. അവരെ കാണിക്കാൻ നിങ്ങൾ എന്തിനാ വെറുതെ ആരാന്റെ പിണ്ടവും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട്? അത് ശരി. അപ്പൊ ഈ മീശയിലാവാസം എടുത്തോണ്ടോടി ആനച്ചങ്ങല അതായിരുന്നു അല്ലേ? സംഗതി നേരാ. ഞാൻ അവരെ കൊണ്ടുവന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുധം കുട്ടിക്ക് ബുക്കിടാണെന്ന് അവരറിഞ്ഞത്. അവര് കാര്യം മാറി. ആ പേര് പറഞ്ഞ് നീ എന്റെ കൈക്കൂലി വാങ്ങിച്ചില്ല ചെറ്റേ. അതിലും വലിയ ചെറ്റത്തരല്ലോ താൻ കാണിച്ചത്. എന്താടാ? വേലായുധം കുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈക്കൂലി എന്നല്ലോ. ഇതിനൊരു കുടുംബ വഴക്കാക്കി നാറ്റിക്കരുത്. ഇതൊരു ദിവ്യമായ പ്രണയമാണ്. വേലാൻകുട്ടി അമ്മണിയും മുഹബത്തിലാണെങ്കിൽ അവര് കെട്ടും. അതിനൊരു കൈക്കൂലിയുടെ പ്രശ്നമില്ല. ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിന് വേണ്ടി ഇവിടെ കൈക്കൂലി കൊടുക്കാൻ പാടില്ല. അതെ, അധികം ആരും ഇവിടെ വിലസണ്ട. കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത്. ആരായാലും വേണ്ടില്ല, എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും. നുള്ളിയെടുക്കാൻ ഒരു മുഖക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത്. എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോളെ ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിലൊരു കയറ്. അത്രയല്ലേ ഉള്ളൂ. മേനോനത് പുല്ല.
ഇതാണ് അമ്പലപ്പറമ്പ്. ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം. നാളെ കാലത്തെ 9 മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മണിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും. പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ അമ്മണിക്കുട്ടി ദേ ഇതിലേ കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടിയുടെ അടുത്ത് വരും. ഏയ്, വേലായുധം കുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തിക്കാൻ പാടില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ വായനശാലയുടെ അകത്തിരിക്കാം. അതെങ്ങനെ 9 മണിക്ക് വായനശാല തുറക്കൂലല്ലോ. ഞാൻ അതിന്റെ ഇടതുഭാഗത്തുള്ള തൂണിന്റെ അവിടെ മറഞ്ഞു നിൽക്കാം. പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത്. ആ സമയം കുഞ്ഞാപ്പു പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം. എന്നാ പിന്നെ കേറി നിലയ്ക്ക് മുഴുവൻ ചെത്തിട്ട് ഇറങ്ങില്ല നല്ലത്. പറയണേ അങ്ങോട്ട് കേക്കടോ. ഇപ്പൊ താൻ കയറുന്നത് ചെത്താനല്ല, ചുറ്റുപാടുകളൊക്കെ ഒന്നൊന്നൊന്ന് നിരീക്ഷിക്കാനാ. ഓ, അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ? ഞാൻ തെങ്ങുമ്മല്, അമ്മിണിയും വേലായുധം കുട്ടിയും വായനശാലയ്ക്കടുത്ത്. ഞാൻ റേസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു. ഉബൈദ് സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായൻകുട്ടിയുടെ അടുത്ത് ചെല്ലുന്നു. എല്ലാവരും കയറുന്നു. ഞാനൊരു 60-80 കത്തിച്ചു വിടുന്നു. നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നു, മടങ്ങുന്നു. സാക്ഷികള് ഒരു 2 പേര് പോരെ? മാതിയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക. അപ്പോ നാളെ രാവിലെ 9 മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു. ആദ്യം അമ്പലം. സൂക്ഷിക്കണേ മോളെ. അച്ഛൻ അറിയുമ്പോ എന്തൊക്കെയാ നടക്കാൻ പോണെന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ മോള് സമാധാനമായിട്ട് പോകും. എന്താ വേലാൻകുട്ടി നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഒന്നുമില്ല. ഇപ്പോ ട്യൂഷനൊന്നും പോകുന്നില്ലേ? എന്താ അവിടെ വല്ല പ്രശ്നമല്ലോ ഉണ്ടായോ? ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, പോണില്ല, അത്ര തന്നെ. അല്ല, ഈയിടെയായിട്ട് നീ വളരെ മോശമായിട്ടുണ്ടല്ലോ. വിളവൊന്നും വലിയ സുഖമില്ല ചേട്ടാ. അതാ. വിളവിന്റെ കാര്യം ഒന്നും പറയണ്ട. അതെ, ഒന്നും പറയണ്ട. ചേട്ടൻ ചെല്ല്, മനുഷ്യൻ ചിരിക്കില്ലേ? എനിക്ക് ധൃതിയില്ലടാ. പക്ഷെ എനിക്ക് ധൃതിയുണ്ട്. ചേട്ടൻ പോ, 9:30 ബസ് പോവും. ആട്ടെ, മുത്തശ്ശിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? മുത്തശ്ശിക്ക് ഒരു കുഴപ്പമില്ല. അല്ല, പനിയൊക്കെ ആയിട്ട് കിടപ്പാന്ന് പറഞ്ഞിട്ട്. മുത്തശ്ശിക്ക് അമ്മയ്ക്ക് അപ്പുറം യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ ചെല്ല്. സത്യം പറഞ്ഞ നീ എന്തിനാ ഇവിടെ നിൽക്കണേ? ഞാനിവിടെ നിൽക്കണതാ, ഒരു പെണ്ണ് വരാന്ന് പറഞ്ഞിട്ടുണ്ടേ. ഞങ്ങൾ തമ്മിൽ ഒളിച്ചോടാനുള്ള പരിപാടിയാ. രജിസ്റ്റർ മാരേജ് ചെയ്യാൻ. എന്താ മതിയാ? ഏതാ പെണ്ണ്? നിന്റെ കെട്ടിയോള് നാരായണി. വിട്ടോ വിട്ടോ, അവര് പുറപ്പെട്ടു കഴിഞ്ഞ്. വിട്ടോ. വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. ഇതുകൊണ്ട് വർഷാപ്പിക്കളാ. പ്ലാനൊക്കെ തെറ്റി. സമയത്തായെന്നറിയോ? വണ്ടി സ്റ്റാർട്ട് ആവണില്ലടോ. അയ്യോ, കാലും കയറ്റിയിരിക്കാതെ ഇറങ്ങിയ വണ്ടി ഒന്ന് തള്ളു. എന്നാ ഇറങ്ങാൻ സമയമില്ല. എന്തൊരു കഥ നോക്കണേ ഇത്. അമ്മണി കുഞ്ഞ് വീട്ടിലേക്ക് പോ, അല്ലെങ്കിൽ കത്തി വീശും. ആണും പെണ്ണും കെട്ടവൻ, സ്നേഹമില്ലാത്ത ജന്തു. എനിക്ക് സ്നേഹമില്ലെന്ന് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ ഞാൻ നേരത്തെ കത്തി വീശന. അയ്യോ, വേലാൻകുട്ടി മോനെ കൈ. വണ്ടി എടുക്ക്. വണ്ടി എടുക്കാൻ പറ്റില്ല. കേരള വണ്ടി സ്റ്റാർട്ട് ആവണില്ല. ജീവനോടെ പോല അവിടെ നിന്നോ. ഇന്ന് നിന്റെ അവസാനങ്ങളാ. ഞാൻ ഓടിയിട്ട് എത്തണില്ല. ഇത് വഴി കൂടുതലായോ? ബസ് ഒന്ന് നിന്നേ. എന്തിനാ മോനെ? ബസ് ഒരു മിനിറ്റ്. എന്താ മോനെ? ഞാൻ ഒന്ന് ഇപ്പൊ വരാം. ഒരു കാര്യം പറയാനാ. എന്ത് കാര്യമുണ്ട്? നമുക്ക് പിന്നെ സൗകര്യമായിട്ട് പറയാം. ഒരു മിനിറ്റ്. എന്താ മോനെ? അയ്യോ.